الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى، الحر بالحر والعبد بالعبد والأنثى بالأنثى، فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان، ذلك تخفيف من ربكم ورحمة، فمن اعتدى بعد ذلك فله عذاب عليم. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഫാസിസം വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും വിഷം പുരട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതൊരിക്കലും തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് കേരളത്തിലുള്ള മനുഷ്യർ തെളിയിച്ച ദിനങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മോചനദ്രവ്യത്തിനു വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ, മതമേതാകട്ടെ, ജാതി ഏതാകട്ടെ, പാർട്ടി ഏതാകട്ടെ, എല്ലാവരും ഒരുമിച്ചു നിന്ന് ഒരുപക്ഷെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് പലതവണ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറഞ്ഞ ഒരു വലിയ സംഖ്യ, ഏകദേശം 36 കോടിയോളം രൂപ, വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് മലയാളികളായ ആളുകൾ ഒരുമിച്ച് നിന്ന് ആ വലിയ ദൗത്യം പൂർത്തീകരിച്ചത്. യഥാർത്ഥത്തിൽ അത്ഭുതകരമായ ഈ പ്രവർത്തനം നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളായ, രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള രാജ്യത്തിൻ്റെ ശത്രുക്കളായ, മതത്തിൻ്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കണം, അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കേറ്റ ഏറ്റവും വലിയ ഒരു അടിയാണ്
നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനോ അത് അംഗീകരിക്കാനോ ഞങ്ങൾ തയ്യാറല്ല എന്ന് കേരളത്തിലുള്ള ജനങ്ങൾ ഒരുമിച്ച് നിന്ന് തെളിയിച്ച ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സഹോദരങ്ങളെ, ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിലൊന്ന് മലയാളികളായ ആളുകൾ ഒരുമിച്ച് നിന്ന് വലിയ ഒരു ദൗത്യം, വലിയ ഒരു ലക്ഷ്യം നേടിയെടുത്ത ഈ സന്ദർഭത്തിൽ നമ്മുടെ മതത്തെയും നമ്മുടെ മതത്തിൻ്റെ നിയമങ്ങളെയും പരിഹസിക്കാനും, നമ്മുടെ മതത്തിൻ്റെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ അത് കാടത്തമാണ്, അത് അനീതിയാണ് എന്ന് സമർത്ഥിക്കാനും ചില ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പം നമ്മളിൽ തന്നെ പല ആളുകളും ചിന്തിച്ചത്, എന്തിനാണ് അബദ്ധത്തിൽ ഒരാൾ കൊല നടത്തിയാൽ അയാൾക്ക് വധശിക്ഷ വിധിക്കുന്നത്? എന്തിനാണ്? ആ ഇസ്ലാമിൻ്റെ നീതി എങ്ങനെയാണ് ശരിയാവുക എന്ന് ആലോചിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ പല മുസ്ലിങ്ങളായ ആളുകൾ പോലും ഇസ്ലാമിൻ്റെ ഈ നിയമം ശരിയല്ല, ഇത് ലോകത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ പറയുക എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ച്, ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ദീനിൻ്റെ ഇസ്സത്ത് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. നമ്മൾ ഈ ഒരു ഒറ്റ വിഷയം എടുത്ത് പരിശോധിച്ചാൽ മതി. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി ആളുകൾ കൊണ്ടുവന്ന നിയമങ്ങളുടെ വസ്തുത എന്താണ്, ആ കേസും അതോടൊപ്പം അതിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും എന്താണ് എന്ന് പഠിച്ചാൽ എനിക്കുറപ്പുണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടത്തോടെ കടന്നു വരും. ഇതൊരു ഭംഗി വാചകമല്ല, കാരണം അത്രമാത്രം വ്യക്തമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നത്. ഇവിടെ വിശ്വാസികളായ ഓരോ ആളുകളും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വിവാദമായ വിഷയത്തിന് വഴിവെച്ചൊരു സംഭവമുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ സംഭവിച്ച ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്? അദ്ദേഹത്തിന് അറിയാതെ സംഭവിച്ചതാണ് എങ്കിൽ അതിനൊരുപാട് വഴികളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴികളുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ കോടതിയിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. ഈ ഖുത്ബ പറയുന്ന ഞാൻ കുറേ കാലം, 15 വർഷത്തോളം അവിടെ മലയാളികളായ ആളുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇടപെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു കേസ് എങ്ങനെയായിരിക്കും കോടതിയിൽ വരിക എന്നും ആ കേസുകളെ എങ്ങനെയാണ് കോടതി നോക്കിക്കാണുന്നത് എന്നും കൃത്യമായി ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഒരു കേസ് കോടതിയിൽ വരുമ്പോൾ ഒരിക്കലും അവിടെ പക്ഷപാതിത്വമില്ല. അവിടെ കേരളീയനാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ വേറൊരു അങ്ങനെയൊരു യാതൊരു വിധത്തിലുള്ള പക്ഷപാതിത്വവും അവിടെയുള്ള കോടതി കാണിക്കാറില്ല. കാരണം ഇത് ഇസ്ലാമിക കോടതിയാണ്, ഇസ്ലാമിക ഭരണകൂടമാണ്. അവിടെ അമുസ്ലിങ്ങളായ ആളുകൾ പ്രതികളായിക്കൊണ്ട് വരുന്ന കേസുണ്ട്. ആ കേസുകളിൽ അവരോട് സംസാരിക്കുന്നത്, ഇപ്പോൾ മലയാളിയായ ഒരു അമുസ്ലിം സഹോദരൻ അവിടെ ഒരു ശിക്ഷക്ക് വിധേയനായി കോടതിയിൽ വന്നാൽ അവൻ്റെ കേസ് പലപ്പോഴും തർജ്ജമ ചെയ്യാറുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിൽ പോയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അനീതി അത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് കാണാൻ പറ്റൂല. കാരണം എന്താ? ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പരിശുദ്ധ ദീൻ സത്യസന്ധമായി എന്താണോ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പഠിപ്പിക്കുന്നത് അതനുസരിച്ചുള്ള വിധിയാണ് പറയുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന കേസിൽ പറയപ്പെടുന്ന വ്യക്തി അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ കോടതിയുടെ മുമ്പിൽ സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിനത് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കോടതിയുടെ മുമ്പിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്, അറിയാതെ അത് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്, അറിയാതെയാണ് സംഭവിച്ചത് എങ്കിൽ അത് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നവുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ നിങ്ങളിൽ രണ്ടുപേരിൽ ആരാണോ ഏറ്റവും നന്നായി പറയുന്നത്, ആരാണോ വിഷയങ്ങളെ ഏറ്റവും നന്നായി സമർത്ഥിക്കുന്നത്, അയാൾക്ക് വേണ്ടിയാണ് വിധി പറയുക. കാരണം നമുക്കാർക്കും ഗൈബ് അറിയില്ല, മറഞ്ഞ കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അനീതിക്ക് വേണ്ടി സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ ഒരു കോടതിയിൽ ഒരു കേസ് വന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ കേസിന് എന്താണോ കോടതി ഒരു വിധി പറയുന്നത് ആ വിധിയെ അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിന് യാതൊരു സംശയമില്ല. അത് അയാൾക്ക് അബദ്ധം സംഭവിച്ചതാണ് എന്ന് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല.
ഇനി രണ്ടാമത്, ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ അടുക്കൽ അദ്ദേഹം പറയുന്നത് പോലെ, പത്രങ്ങളിൽ വായിച്ചതുപോലെ അദ്ദേഹത്തിന് അബദ്ധമാണ് സംഭവിച്ചത് എങ്കിൽ എന്തിനദ്ദേഹം കള്ളക്കഥയുണ്ടാക്കി? എന്തിനദ്ദേഹം കോടതിയിൽ ഒരു കള്ളക്കഥ കെട്ടിച്ചമച്ചു? തൻ്റെ അടുക്കൽ അബദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ, മരണപ്പെട്ട് കിടക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി അതിന് മറ്റൊരു കഥയുണ്ടാക്കി രക്ഷപ്പെടാനുള്ള പഴുത് തേടുകയല്ല വേണ്ടത്. മറിച്ച് എന്തു വേണം? അദ്ദേഹം സ്വാഭാവികമായും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അബദ്ധം സംഭവിച്ച ഒരാൾ ചെയ്യേണ്ട പണി അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ വ്യക്തിയെ കുറ്റപ്പെടുത്താനോ അതിലേക്കൊന്നുമല്ല പറയുന്നത്. മറിച്ച് നമ്മുടെ അടുക്കൽ ഉണ്ടാകേണ്ട നിലപാടെന്താ? നമ്മളൊരു വ്യക്തിക്ക് അബദ്ധമാണ് സംഭവിച്ചത്, അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമം ശരിയല്ല എന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ തരത്തിൽ ആ വിഷയത്തെ ഓർമ്മപ്പെടുത്തിയത്. ഇനി സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ 5 കാര്യങ്ങളുടെ സംരക്ഷണം വളരെ ഗൗരവത്തിൽ കാണുന്ന മതമാണ്. 5 കാര്യങ്ങളെ വളരെ ഗൗരവത്തിൽ കാണുന്ന മതമാണ്. എന്താണ്? ഒന്ന് അവൻ്റെ ദീനാണ്, മതമാണ്, ഇസ്ലാമാണ്. രണ്ടാമത്തേത് അവൻ്റെ ജീവനാണ്. മൂന്നാമത്തേത് മനുഷ്യൻ്റെ ബുദ്ധിയാണ്. നാലാമത്തേത് കുടുംബമാണ്. അഞ്ചാമത്തേത് സമ്പത്താണ്. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നെന്താ? ദീനാണ്, അതേപോലെ തന്നെ ജീവനാണ്, ബുദ്ധിയാണ്, സമ്പത്താണ്, കുടുംബമാണ്. ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ, ഈ നിയമങ്ങളെല്ലാം ഒന്നുകിൽ ഈ നിയമങ്ങൾ മനുഷ്യൻ്റെ ഈ കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളെ സംരക്ഷിക്കാനായിരിക്കും. ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ എല്ലാം ഈ 5 കാര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതായിരിക്കും, അല്ലെങ്കിലോ അത് നിലനിർത്താൻ വേണ്ടിയുള്ളതായിരിക്കും. നമ്മൾ പഠിച്ചാൽ മതി. അപ്പം ഇതിൽ നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ ജീവൻ അത് സംരക്ഷിക്കണം, അത് നിലനിർത്തണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. പരിശുദ്ധ ദീനതാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല, അത് നിലനിർത്തണം. അതിനുവേണ്ടി അനുവദനീയമായ മാർഗങ്ങൾ എന്ത് ചെയ്യുക? അവന് സ്വീകരിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഏതൊരു വിഷയമെടുത്താലും ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതായിരിക്കും. ഉദാഹരണത്തിന്, ഈ 5 കാര്യങ്ങൾക്ക് ഒരാൾ ശിർക്ക് ചെയ്യുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നു, പിന്നെ കൊലപാതകം നടത്തുന്നു, ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു, ഒരാൾ വ്യഭിചരിക്കുന്നു, ഒരാൾ മോഷ്ടിക്കുന്നു, ഇതിനൊക്കെ ഇസ്ലാം എതിർക്കുന്നുണ്ട്. ഇസ്ലാം ഇതൊക്കെ പാപമാണ്. ശിർക്ക് ചെയ്യുന്ന പാപമാണ്, കൊലപാതകം നടത്തുന്ന പാപമാണ്, അതേപോലെ തന്നെ വ്യഭിചരിക്കുന്ന കുറ്റമാണ്, മോഷ്ടിക്കുന്ന കുറ്റമാണ്. എന്തുകൊണ്ട്? നമ്മൾ മുകളിൽ പറഞ്ഞ അവൻ്റെ ദീന്, അവൻ്റെ സമ്പത്ത്, അവൻ്റെ കുടുംബം, അവൻ്റെ ബുദ്ധി, അവൻ്റെ ജീവൻ, ഇതിനെതിരായ കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പം ഇസ്ലാം എതിർക്കുന്ന ഏതൊരു തിന്മയും അത് ഈ പറഞ്ഞ 5 കാര്യങ്ങൾക്കെതിരായിരിക്കും, അതിനെ നശിപ്പിക്കുന്നതായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇന്ന് വിവാദമായിരിക്കുന്ന കൊലപാതകത്തിൻ്റെ വിഷയം മാത്രം എടുത്തു നോക്കൂ നിങ്ങൾ. എന്താണ് കൊലപാതകത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാടെന്താണ്? പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ഒരാളുടെ ജീവൻ അന്യായമായി അപഹരിക്കാൻ പാടില്ല എന്നാണ്. അതാരാകട്ടെ, അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, ഒരാളുടെ ജീവൻ അന്യായമായി അപഹരിക്കാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, സൂറത്തുൽ മാഇദയിലെ 23-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാണെന്നാണ്. മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ്. അപ്പോൾ ഒരാളെ കൊന്നാലോ എല്ലാവരെയും കൊല്ലുന്നതിന് തുല്യമാണ്. ഒരാളുടെ ജീവനും അന്യായമായി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. അല്ലാഹു പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമ ഖാലിദൻ ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അദീമ. സൂറത്തുൻ നിസായിലെ 93-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തുന്ന പക്ഷം അവനുള്ള പ്രതിഫലം നരകമാകുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ അന്യായമായി ഒരാൾ കൊന്നാൽ അയാളുടെ ശിക്ഷ എന്താ? അയാൾക്ക് നരകമാണ്. ഈ ലോകത്തുള്ള ശിക്ഷ അവിടെ ഉണ്ട്, അതിൻ്റെ അപ്പുറം അവന് നരകമാണ് എന്ന് അല്ലാഹു പഠിപ്പിച്ചു. ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ, ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അയാൾ ലോകത്തുള്ള സകല മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണ് എന്നൊരു അധ്യാപനം. ഒരാളെ കൊന്നാലോ അവന് നരകമാണ് എന്ന് പഠിപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, 2 ആളുകൾ തമ്മിൽ പരസ്പരം വാളുകൊണ്ട് ഏറ്റുമുട്ടി യുദ്ധം പരസ്പരം പോരാടുകയാണ് 2 ആളുകൾ. ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫിഹിമാ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. 2 ആളുകൾ വാളെടുത്ത് പരസ്പരം പോരാടിയാൽ കൊല്ലപ്പെട്ടവനും അതേപോലെ തന്നെ ആ പോരാടിയ ആളും നരകത്തിലാണ്. 2 ആളും നരകത്തിലാണ്. അവൻ നബിയോട് ചോദിച്ചു, നബിയെ ഫഖുൽതു യാ റസൂലല്ലാഹ് ഹാദൽ ഖാതിൽ, ഒരാൾ കൊല്ലപ്പെട്ടയാളാണ്, ഒരാൾ മരിച്ചയാളാണ്, അഥവാ മറ്റൊരാൾ കൊന്നൊരാളാണ്. എന്നാൽ ഈ കൊലയാളിയോ, കൊല്ലപ്പെട്ട മനുഷ്യൻ, അയാളെങ്ങനെ നരകത്തിൽ പോകുക? മരിച്ച ആളെങ്ങനെ, 2 ആളെങ്ങനെ നരകത്തിൽ പോകുക?
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആ രണ്ടാളുകൾ പരസ്പരം വാളെടുത്ത ആൾക്കാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടാൻ വേണ്ടി വാളെടുത്ത ആളുകളാണ്. അതുകൊണ്ട് രണ്ടുപേരും നരകത്തിലാണെന്നാണ്. കൊലപാതകത്തെ എത്രമാത്രം വലിയ പാപമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഹദീത്ത് നമുക്കതാണ് പറഞ്ഞു തരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, നാളെ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന ശിക്ഷ എന്താ? പരലോകത്ത് ആദ്യം ചോദിക്കുന്ന അനുഗ്രഹം വെള്ളത്തെക്കുറിച്ചാണ്. പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യുന്ന ഇബാദത്ത് നമസ്കാരമാണ്. പരലോകത്ത് അള്ളാഹു ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കുറ്റം ഏതെന്നറിയോ? കൊലപാതകമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവ്വലു മാ യുഖ്ലി ബൈനൻ നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ. മുത്തഫഖുൻ അലൈഹി ആയ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. രക്തം ചിന്തിയതാണ് കുറ്റങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം അള്ളാഹു വിചാരണയ്ക്ക് എടുക്കുന്ന വിഷയം. അപ്പം നിസ്സാരമായ കാര്യമല്ല കൊലപാതകം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞു, ഇന്ന ദിമാഅകും വ അംവാലകും വ അറാദകും അലൈക്കും ഹറാമുൻ കഹുരിമത്തി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ഷഹരികും ഹാദാ. മനുഷ്യൻ്റെ രക്തം, അവൻ്റെ അഭിമാനം, ഇതൊക്കെ പവിത്രമാണ്. അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അന്യായമായി ചിന്താൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പഠിപ്പിച്ച കാര്യം. സഹോദരങ്ങളെ, ഇത്രമാത്രം താക്കീതുകൾ, നിങ്ങൾ കൊല ചെയ്യാൻ പാടില്ല, പിന്നെ കൊല ചെയ്യുക എന്നുള്ള വലിയ കുറ്റമാണ്, അവന് നരകമാണ്, ഇങ്ങനെയൊക്കെ താക്കീതുകൾ നൽകിയിട്ടും ഒരാൾ കൊല്ലുകയാണ് എങ്കിൽ, ഒരാൾ കൊലപാതകം നടത്തുകയാണ് എങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം അതിനെ നോക്കിക്കാണുന്നത്? കൊലപാതകം പാപമാണ്, അത് കുറ്റമാണ്, നമുക്ക് മനസ്സിലായി. എന്നാൽ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടും എന്താണ് ഇസ്ലാം കൊല നടത്തിയ ആൾക്കെതിരെ എന്ത് നിലപാടെടുക്കണമെന്ന് എന്നാണ് പറയുന്നത്? ഇവിടെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കാടത്തമാണോ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നീതിയാണോ എന്ന് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഈ നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ആര് പഠിക്കണം? നമ്മൾ പഠിക്കണം. എന്നിട്ട് നമുക്ക് ബോധ്യമാകണം, ഇത് ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങൾ കാടത്തമല്ല, ഇത് നന്മ നിറഞ്ഞ നിയമമാണ് എന്ന് എന്ത് ചെയ്യണം? നമുക്ക് ബോധ്യമാകണം. പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ പടച്ചത്, നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കൽ സംഭവിക്കുന്ന തെറ്റുകൾക്കുള്ള വിധി പറഞ്ഞു തരേണ്ടത് അവനാണ്, അല്ലാഹുവാണ്. അല്ലാഹു പറഞ്ഞു, ഫഹുക്കുമുൽ ജാഹിലിയത്തി യബ്ഗൂന വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 50-ാമത്തെ ആയത്താണ്. ജാഹിലിയത്തിൻ്റെ അഥവാ അനിസ്ലാമിക മാർഗത്തിൻ്റെ വിധിയാണോ അവർ തേടുന്നത്? നമ്മൾ ഏത് വിധിയാണ് സ്വീകരിക്കേണ്ടത്? ഒരു മുസ്ലിമായ മനുഷ്യൻ, ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ, അവൻ സ്വീകരിക്കേണ്ട നിയമം ഏതാണ്? ഇപ്പം നമ്മുടെ നാട് ഇസ്ലാമിൻ്റെ രാജ്യമല്ല, ഇത് ഇസ്ലാമിക രാജ്യമല്ല. ഇവിടെ ഒരു കോടതിയുണ്ട്, ആ കോടതിയിൽ എന്തൊരു വിധിയാണോ ഈ വിഷയത്തിൽ അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം എന്താ? നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മളൊരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ അവിടെ പാലിക്കേണ്ട നിയമം ഏതാ? ഇസ്ലാമിക നിയമമാണ്. അതാണ് സൗദി അറേബ്യയിൽ നടക്കുന്നത്, അതാണ് മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം കൊല നടത്തിയ വ്യക്തിക്ക് നൽകുന്ന ശിക്ഷ എന്താണെന്നറിയോ? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മളൊരു കാര്യം പഠിക്കണം. മുഹമ്മദ് നബി വരുന്ന കാലഘട്ടത്തിൽ അവസ്ഥ പഠിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിൽ പ്രവാചകനായി വരുന്ന സമയത്തിൻ്റെ അവസ്ഥ എന്താ? തങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു മൃഗത്തെ കൊന്നാൽ, തങ്ങളുടെ ഗോത്രത്തിലെ ഏതെങ്കിലും ഒരു മൃഗത്തെ കൊന്നതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. മനസ്സിലായി? ഒരു ഒട്ടകം തൻ്റെ അയൽവാസിയുടെ പറമ്പിൽ കയറി പുല്ല് തിന്നതിൻ്റെ പേരിൽ പരസ്പരം പ്രതികാരം ചെയ്തിരുന്ന, യുദ്ധം ചെയ്തിരുന്ന, വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധം ചെയ്തിരുന്ന ആളുകളുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, അദ്ദമു ലാ യുഗ്സലു ഇല്ലാ ബിദ്ദം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? രക്തം കൊണ്ട് മാത്രമേ കഴുകാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു അവരുടെ വിശ്വാസം. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളുടെ രക്തം നിങ്ങൾ ചിന്തിയാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ആളുടെ രക്തം ഞങ്ങൾ ചിന്തും. അങ്ങനെയായിരുന്നു അവരുടെ നിലപാട്. ജാഹിലിയത്തിൽപ്പെട്ട ഒരാളോട്, അറാബിയായ ഒരാളോട് ചോദിച്ചു, ഒരു ബദുവായ ഒരു അറാബിയായ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളെ ദ്രോഹിച്ചവരെ ഉപദ്രവിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ? നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ദ്രോഹിച്ചു, അപ്പം അത് ക്ഷമിച്ചു കൊടുത്തിട്ട് സ്വർഗം വാങ്ങുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം? അതല്ലേ നല്ലത് എന്നാണ് ചോദ്യം. അതിനയാളുടെ മറുപടി എന്താ അറിയോ? ആ ബദുവായ മനുഷ്യൻ, അറാബിയായ മനുഷ്യൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? അയാൾ പറഞ്ഞത്, തിരിച്ച് പ്രതികാരം ചെയ്ത് നരകത്തിൽ പ്രവേശിക്കലാണ് എൻ്റെ സന്തോഷം. എന്നാ, എനിക്ക് സ്വർഗം വേണ്ട, പ്രതികാരം ചെയ്യണം. ഈ ആളുകളുടെ ഇടയിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ദീനുമായി കൊണ്ട് കടന്നു വരുന്നത്. എന്നിട്ട് ഇസ്ലാം അവിടെ നിയമം പഠിപ്പിച്ചു. കൊല നടത്തിയാലുള്ള ശിക്ഷ എന്താന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 178-ാമത്തെ ആയത്ത്. എൻ്റെ സഹോദരങ്ങളും സഹോദരികളും ഈ ആയത്തിൻ്റെ വിശദീകരണം പൂർണ്ണമായി വായിക്കണം. നമുക്കെല്ലാം വിശദീകരിക്കാൻ സമയമല്ല, ഇത് ജുമാ ഖുതുബയാണ്.
എന്താ അല്ലാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ എന്ന് തുടങ്ങി അല്ലാഹു വിശദീകരിക്കാൻ. എന്താ അല്ലാഹു പറയുന്നത്? സത്യവിശ്വാസികളെ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പാക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. നമ്മൾ ഒരാളെ കൊന്നാൽ തിരിച്ചെന്ത് ചെയ്യണം? ആ കൊന്നവനെയും കൊല്ലണം. അതാണ് അതിനുള്ള തുല്യമായ ശിക്ഷ. ഈ ലോകത്ത് വെച്ച് അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഏതാണ്? അതാണ് ഇസ്ലാമിൻ്റെ നിയമം. യാ അയ്യുഹല്ലദീന ആമനു, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു എന്ന് അഭിസംബോധന ചെയ്ത് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ തൊട്ടടുത്ത് പറയുന്ന കാര്യം എന്തിനുള്ളതാ? അത് പ്രാവർത്തികാക്കാനുള്ളതാ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ളതാ. ഇതെന്തിനുള്ളതാ? ഇത് പ്രാവർത്തികാക്കാനുള്ളതാ. ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒരാളെ കൊന്നാൽ അവനെയും കൊല്ലണം. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമം. ഒരുപാട് നിയമങ്ങളിൽ വരുന്നുണ്ട്. അടിസ്ഥാന നിയമം എന്താ? മറ്റേയാളെയും കൊല്ലുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിലെ 45-ാമത്തെ ആയത്തിൽ ഇത് വിശദീകരിക്കുന്നത്. ഞാൻ ആയത്ത് അർത്ഥം പറയുന്നില്ല. 45-ാമത്തെ ആയത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഒരാളെ കൊന്നാൽ പകരം അയാളെയും കൊല്ലണം. എന്നാൽ അവിടെ അവസാനിക്കണില്ല. ഇനി എന്താണ് അടുത്ത ഓപ്ഷൻ? നിയമം എന്താണ്? ഒരാളെ കൊന്നാൽ അയാളെ കൊല്ലണം. അടുത്ത ഓപ്ഷൻ എന്താ? അടുത്ത ഓപ്ഷൻ, എന്നാൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ മാപ്പ് നൽകിയാൽ അയാളെ വെറുതെ വിടാം. ഒരു കണ്ടീഷനുമില്ല. കൊല്ലപ്പെട്ടയാളുടെ വ്യക്തി പറയണേ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകി, ഞാൻ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുക? അയാൾക്ക് മോചിതനാകാം, അയാൾക്ക് സ്വതന്ത്രനാകാം. മനസ്സിലായോ? നിയമം എന്താ? നിയമം കൊന്നവനെ കൊല്ലണം. എന്നാൽ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ മാപ്പ് നൽകുകയാണ് എങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് സ്വതന്ത്രനാകാം. മനസ്സിലായോ? ഇപ്പം നമ്മൾ പത്രമാധ്യമങ്ങളിൽ ദിനേന എത്രയോ കൊലപാതകങ്ങളുടെ വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. അതിൻ്റെ വിധി വരുന്ന ദിവസം ചാനലുകളിൽ നമ്മൾ ആ വാർത്തകൾ കാണാറുണ്ട്. ഈ ഒരു കഴിഞ്ഞ 6-7 മാസത്തിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിലെ കോടതിയിൽ നിന്ന് പുറപ്പെടുവിച്ച വിധികളുടെ അവസ്ഥ എന്താ? നിങ്ങൾ ആലോചിച്ചേക്ക്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആ കോടതിയിലെ വിധിയിൽ ഞാൻ വലിയ സന്തോഷവാനാണ്. എന്താ? എല്ലാവരെയും കൊല്ലാൻ വിധിച്ചു, എല്ലാവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു, മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇനി അതിൻ്റെ മുകളിലെ കോടതിയിലേക്ക് പോകുക, അതൊക്കെ ചെയ്യാം. അതേ സമയത്ത് വേറൊരു കേസിൽ വിധിച്ചെന്താ? അവർ കുറ്റക്കാരല്ല എന്ന് ബോധ്യപ്പെട്ട് അവരെ വെറുതെ വിടുകയാണ്. കൊല നടത്തിയിരുന്ന് ബോധ്യമുണ്ട് അവർക്ക്, എന്നിട്ട് വെറുതെ വിടുകയാണ്. നമ്മുടെ നാട്ടിലെ കോടതിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഈ കുറ്റം നടത്തിയ വ്യക്തിയെ വെറുതെ വിടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ കുറേ കാലം ജയിലിൽ ശിക്ഷിക്കാൻ വിടുമ്പോൾ വധശിക്ഷ വിധിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും ആ അമ്മമാർ പറയും, അച്ഛന്മാർ പറയും, ഇത് നീതിയായിട്ടില്ല, ശരിയായിട്ടില്ല. നമ്മൾ കേട്ടവരാണ്. പലതവണ അത്തരത്തിലുള്ള കണ്ണുനീര് നിറഞ്ഞ വാർത്തകൾ കണ്ടവരാണ് നമ്മൾ, വായിച്ചവരാണ് നമ്മൾ. പക്ഷേ ഇസ്ലാമിൻ്റെ നിയമം എന്താ? ഇസ്ലാമിൻ്റെ നിയമം കൊന്നവനെ കൊല്ലണം. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ മാപ്പ് കൊടുക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യാം? അവർ സ്വതന്ത്രരാണ്, അവർക്ക് മോചിതരാകാം. എന്നാൽ കൊലപാതകങ്ങൾ എന്തുണ്ട്? കൊലപാതകങ്ങൾ 3 രൂപത്തിലാണ് നടക്കുക. ഒന്നെന്താ? ഒന്ന് ഖത്ലുൽ ഖത, അഥവാ അറിയാതെ സംഭവിക്കുക, അറിയാതെ കൊല നടക്കുക. അതാണ് ഒന്നാമത്തത്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു വേട്ടമൃഗത്തെ വെടിവെച്ചു. ഒരാൾ വെടിവെക്കാണ്. അബദ്ധത്തിൽ എന്ത് ചെയ്തു? അതൊരു വ്യക്തിക്ക് കൊണ്ടു, അയാൾ മരണപ്പെട്ടു. അത് അബദ്ധത്തിൽ സംഭവിക്കുന്നതാണ്. മനസ്സിലായി? അത് അബദ്ധത്തിൽ സംഭവിക്കുന്നതാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് മനഃപൂർവ്വമല്ല, എന്നാൽ അതിനോട് സാദൃശ്യമുള്ളത്. മനഃപൂർവ്വമല്ല കൊന്നത്, എന്നാൽ അതിനോട് എന്തൊരു സാദൃശ്യമുണ്ട്. ഉദാഹരണം എങ്ങനെയാണ്? കൊല ചെയ്യുക എന്ന ഉദ്ദേശത്തിലല്ലാതെ സാധാരണ കൊലക്ക് ഉപയോഗിക്കാത്ത വസ്തുക്കൾ മുഖേന ഒരാൾ മരണപ്പെടുക. ഞാൻ ഒന്നുകൂടി വിശദാക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പരസ്പരം തർക്കിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ വടി കൊണ്ട് എന്ത് ചെയ്തു? ഒരു അടി അടിച്ചു. അത് അയാളുടെ മർമ്മസ്ഥാനത്ത് കൊണ്ടു, അങ്ങനെ അയാൾ മരിച്ചു. അയാൾക്ക് കൊല്ലണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, എന്നാൽ അബദ്ധത്തിലോ അല്ല തർക്കത്തിലാണ് അവർ തമ്മിൽ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മനഃപൂർവ്വമല്ല, എന്നാൽ അതിനോട് സാദൃശ്യമായ രീതിയിൽ കൊല ചെയ്യാറുണ്ട്. അതാണ് രണ്ടാമത്തെ കൊലപാതകം. മൂന്നാമത്തത് എന്താ? മൂന്നാമത്തേത് മനഃപൂർവ്വമുള്ള വധമാണ്. ഇതിലെ ആദ്യത്തേത് നമ്മൾ പറഞ്ഞല്ലോ, മനഃപൂർവ്വമല്ലാത്ത അബദ്ധത്തിൽ സംഭവിക്കുന്ന കൊലപാതകം, അതേപോലെ തന്നെ മനഃപൂർവ്വമല്ല എന്നാൽ അതിനോട് സാദൃശ്യമുള്ള കൊലപാതകം. ഇത്തരം സാഹചര്യങ്ങളിൽ കുറ്റവാളി എന്ത് ചെയ്യണം? ദിയയും കഫാറത്തും നൽകണം. ദിയ എന്ന് പറഞ്ഞാൽ മോചനദ്രവ്യം, കഫാറത്ത് പറഞ്ഞാൽ പ്രായശ്ചിത്ത നോമ്പ്. അതെന്ത് ചെയ്യണം? നോൽക്കണം. വമാ കാന ലിമുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅൻ വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ ഫതഹരീറു റഖബത്തിൻ മുഅ്മിനത്തിൻ വദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി ഇല്ലാ അൻ യസദ്ദഖു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 92-ാമത്തെ ആയത്താണ്.
യാതൊരു വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയെ കൊല്ലാൻ പാടുള്ളതല്ല, അബദ്ധത്തിൽ വന്നു പോകുന്നതല്ലാതെ. എന്നാൽ വല്ലവനും ഒരു വിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നുപോയാൽ പ്രായശ്ചിത്തമായ ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും അവൻ്റെ അഥവാ കൊല്ലപ്പെട്ടവൻ്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയുമാണ് വേണ്ടത്. ആ അവകാശികൾ അത് ഉദാരമായി വിട്ടു തന്നാൽ ഒഴികെ. അപ്പം അബദ്ധത്തിൽ കൊല നടന്നാൽ എന്തു വേണം? അയാളെ കൊല്ലാൻ പാടില്ല. അയാൾക്ക് എന്ത് ചെയ്യണം? അയാളിൽ നിന്ന് പിന്നെ പണം സ്വീകരിക്കാം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അയാൾ 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കുക. അത് മറ്റൊരു ഹുക്കുമാണ്. അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം എന്താ? നമ്മുടെ അടുക്കൽ നമ്മളൊരു വാഹനം ഓടിക്കുകയാണ്, നമ്മുടെ ഗഫ്ലത്ത് കൊണ്ട് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മകൻ, നമ്മുടെ ഭർത്താവ് ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കും. അത് അബദ്ധത്തിൽ സംഭവിക്കുന്ന കൊലപാതകമാണ്. അതിനെന്തുണ്ട്? അതിന് പ്രായശ്ചിത്തമുണ്ട്. 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കും. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു സമയത്ത് നമുക്ക് വിശദീകരിക്കാം. നമ്മുടെ ഈ വിഷയവുമായി നേരിട്ട് ബന്ധത്തിനില്ല. അപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചാൽ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ സംഭവിച്ചാൽ അതിനെന്താണ്? അതിനുള്ള കഫാറത്ത് എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ഒരു അടിമയെ മോചിപ്പിക്കണം. അതേപോലെ തന്നെ കൊല്ലപ്പെട്ടവരുടെ അവകാശികൾക്ക് എന്ത് ചെയ്യണം? നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു എൻ്റെ ഉമ്മത്തിന് അബദ്ധവും മറവിയും നിർബന്ധിക്കപ്പെട്ട് ചെയ്ത കാര്യങ്ങൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അബദ്ധത്തിൽ സംഭവിച്ചാൽ അള്ളാഹു പുറത്തു വരും. മനസ്സിലായില്ലേ? നബിയുടെ കാലത്തൊരു സംഭവം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹുദൈൽ ഗോത്രത്തിലെ 2 സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു? ഒരാൾ മറ്റൊരാളെ കല്ലെറിഞ്ഞു. ആ കല്ലെറിഞ്ഞ സമയത്ത് 2ാമത്തെ സ്ത്രീയും അവരുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞും മരിച്ചു. 2 പേരും മരിച്ചു. അപ്പോൾ ഈ കേസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു. അപ്പോൾ നബി അതിനെ കഫാറത്ത് പറഞ്ഞെന്താ അറിയോ? ഒന്ന് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞു മരിച്ചിട്ടുണ്ട്, ഗർഭത്തിലുള്ള കുഞ്ഞു മരിച്ചു. അവൻ നബി പറഞ്ഞു, ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ ദിയ, മോചനദ്രവ്യമെന്ന് പറഞ്ഞാൽ ഒരു അടിമയെ മോചിപ്പിക്കലാണ്. അബദ്ധത്തിലാണ്. അപ്പോൾ ഒരു അടിമയെ എന്ത് ചെയ്യണം? മോചിപ്പിക്കണം. എന്നിട്ട് നബി വീണ്ടും പറഞ്ഞു, ആ സ്ത്രീയും മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യണം? അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ അവർക്ക് പിന്നെ കുടുംബാംഗങ്ങൾക്ക് ദിയത്ത് നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മനസ്സിലായി? അബദ്ധത്തിൽ സംഭവിച്ച കൊലപാതകങ്ങൾക്ക് ദിയത്ത് സ്വീകരിക്കുമ്പോൾ 100 ഒട്ടകമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇവിടെ ആൾക്കാർ ചോദിക്കും, എന്തിനാ 36 കോടി? 36 കോടി എന്ന് പറഞ്ഞാൽ കാടത്തമല്ലേ? ശരിയാണോ? അത് അബദ്ധത്തിൽ സംഭവിച്ച കൊലപാതകമാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? 100 ഒട്ടകം വരെ വാങ്ങാം. അല്ലെങ്കിൽ അവർക്ക് തീരുമാനിക്കാം, അവർക്ക് മനസ്സിലാക്കാം. ഞാൻ അറിഞ്ഞിടത്തോളം ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഇയാൾ കുറ്റവാളിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ്. മലയാളിയായ സഹോദരൻ കുറ്റവാളിയാണ് എന്ന ഉറപ്പ് ആർക്കുണ്ട്? ആ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ളത് ഇതെന്താ? ഇയാൾ വധിക്കപ്പെടണമെന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരിക്കലും സംഭവിക്കാത്തൊരു സംഖ്യ അവർ പറയാണ്. അവർക്കൊരിക്കലും നടത്തും. പക്ഷെ അതവിടെ മലയാളികളായ ആളുകൾ ഒരുമിച്ച് ചേർന്നതിനെ പരാജയപ്പെടുത്തുക മറ്റൊരു വിഷയം. അപ്പം ഞാൻ പറയുന്നത് എന്താ? എത്രയും ഒരാൾക്ക് എന്ത് ചെയ്യുക? ദിയയായിട്ട് പണം ആവശ്യപ്പെടാം. ആർക്ക്? മനഃപൂർവ്വം കൊല ചെയ്ത ആൾക്ക് വേണ്ടി അയാളോട് എത്രയും ആവശ്യപ്പെടാം. 100 ഒട്ടകം എന്ന് പറയുന്ന ആർക്കാ? മനഃപൂർവ്വമല്ലാതെ അറിയാതെ അബദ്ധത്തിൽ സംഭവിച്ച ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പാടുള്ളത്? അതിന് കണക്കുണ്ട് 100 ഒട്ടകം. എന്നാൽ മനഃപൂർവ്വം സംഭവിക്കുന്ന വധശിക്ഷ, മനഃപൂർവ്വം സംഭവിച്ച കൊലപാതകത്തിൽ ഇസ്ലാമിൻ്റെ നിയമം എന്താ? 1 വധശിക്ഷയാണ്. അയാളെന്ത് ചെയ്യുക? അയാളെ കൊല്ലുക. 2ാമത്തെ എന്താ? മോചനദ്രവ്യം നൽകുക. 3ാമത്തെ എന്താ? ബന്ധുക്കൾ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുക. ഇനി ഇത് മാത്രം എടുത്തു നോക്കൂ നിങ്ങൾ. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ മാനവികത നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ഒന്ന്, ഒരാൾ മരിച്ചു, ഒരാളെ കൊന്നു. ആ കൊന്നയാളുടെ കുടുംബത്തിനാണ് ശിക്ഷ തീരുമാനിക്കാനുള്ള അവകാശം. മനസ്സിലായി? കൊന്നയാളുടെ കുടുംബത്തിനാണ് ശിക്ഷ തീരുമാനിക്കാനുള്ള അവകാശം. ഇസ്ലാമിക കോടതി ശിക്ഷ വിധിച്ചു. എന്താ വിധിച്ചത്? അയാൾക്ക് വധശിക്ഷ വിധിച്ചു. ആ വധശിക്ഷ നടപ്പിലാക്കണോ വേണ്ടേ എന്ന് ആർക്ക് തീരുമാനിക്കാം? കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് തീരുമാനിക്കാം. കൊലയാളിയോട് മാന്യത കാണിച്ച, നീതി കാണിച്ച മതേത നമ്മുടെ മതമാണ്. നമ്മുടെ ഈ ഖുതുബ പറയുന്ന ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ള തളിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു സഹോദരനെ സൗദി അറേബ്യയിൽ വെച്ച് ഒരാൾ കൊലപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കേസിലെ പ്രതിയെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ആ പ്രതിയെ അറിയാം. അയാൾക്ക് വധശിക്ഷ വിധിച്ചു. വധശിക്ഷ വിധിച്ച് അയാൾ ജയിലിലാണ്. ഇപ്പോഴും അയാൾ ജയിലിലുള്ളത്. ഞാൻ സംസാരിക്കുമ്പോൾ ജയിലിൽ തന്നെയുള്ളത്. അയാൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, എൻ്റെ ശിക്ഷ ഒന്ന് നടപ്പിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ തലേന്ന് വെട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്ന സഹോദരങ്ങളെ, ഞാൻ അദ്ദേഹത്തോട് പറയല്ലോ എന്തറിയോ? ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ പിന്നെ കുട്ടികൾ, ചെറിയ കുട്ടികളാണ്, മൈനറാണ്. അവർക്ക് പ്രായപൂർത്തിയായിട്ട് ഈ ശിക്ഷ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? അവർ മാപ്പ് കൊടുത്താൽ ഇയാൾക്ക് മോചിതനാകാം. ആ കുട്ടികൾ മാപ്പ് കൊടുത്താൽ, തങ്ങളുടെ പിതാവിനെ കൊന്ന കൊലയാളിക്ക് മാപ്പ് കൊടുക്കാൻ ആ കുട്ടികൾ തയ്യാറായാൽ എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് സ്വതന്ത്രനാകാൻ പറ്റും. അയാൾ ജയിലിൽ നിന്ന് വെറുതെ വിടും. ഇസ്ലാമിൻ്റെ നിയമ കാടത്തമാണോ?
ഇസ്ലാമിൻ്റെ നിയമം ക്രൂരതയുള്ളതാണോ? ഒരിക്കലും അല്ല. ഇസ്ലാം നിയമം പറഞ്ഞു കൊന്നവനെ കൊല്ലണം. എന്നാൽ എന്തു വേണം? ആ കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ട്. ഒന്നെങ്കിൽ ഒന്നും വാങ്ങാതെ സ്വതന്ത്രമായിട്ട് മോചിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് ദിയത്ത് വാങ്ങാം, പണം വാങ്ങാം, എന്നിട്ട് മോചിപ്പിക്കാം. ഇസ്ലാം അവർക്ക് അനുവാദം കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നിയമം കാടത്തമാണ്, ഇസ്ലാമിൻ്റെ നിയമം നീതിയല്ല എന്ന് പറയുന്നത് ഒരർത്ഥത്തിലും ശരിയല്ല എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇനി മോചനദ്രവ്യമായി വ്യത്യസ്ത പ്രായങ്ങളിലൂടെ ഞാൻ പറഞ്ഞു 100 ഒട്ടകങ്ങളെയാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത്. അത് ആർക്കാ? അബദ്ധത്തിലോ അറിയാതെയോ സംഭവിച്ച കൊലയാണെങ്കിലാണ് അതിലധികം വാങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? എത്രയും വാങ്ങാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒരിക്കലും അനീതി ഉള്ളതല്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നന്മയുള്ള നിയമങ്ങളാണ് എന്ന് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. ആ നിയമങ്ങൾ ആദ്യം നമ്മൾ പഠിക്കുക. ഒരാളോടും ഇസ്ലാം അന്യായം കാണിക്കുന്നില്ല, അനീതി കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ മറ്റൊരു വിഷയമുള്ളത്, ആ കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി നമുക്ക് പണം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും, രക്ഷപ്പെടുത്താൻ ശ്രമിക്കാൻ പറ്റിയ ഒരു സംശയമല്ല. എന്തുകൊണ്ടാണ്? ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അങ്ങനെ ഒരു നിയമം രക്ഷപ്പെടുത്താൻ പാടില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിലെ 2 നിയമം ഉണ്ടാവില്ലായിരുന്നു. ഏതാ നിയമം? ഒന്നെന്താ? കൊന്നയാളെ അവിടെ നിർത്തുമായിരുന്നു. എന്നാൽ കൊല്ലപ്പെട്ടയാൾക്ക് അയാളുടെ കുടുംബത്തിന് അയാളെ മോചിപ്പിക്കാൻ ഒരു അവസരം കൊടുത്തല്ലോ, ദിയത്ത് വാങ്ങിയിട്ട്, പണം വാങ്ങിയിട്ട്. അതെന്തിനാ? അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഇസ്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രക്ഷപ്പെടാനുള്ള വഴി എന്ത് ചെയ്യുക? നമുക്ക് ആ വഴിയിൽ അയാളെ സഹായിക്കാം. സൗദി അറേബ്യയിലെ അൽ ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അൽ ഇഹ്സാൻ എന്നാണ് അതിൻ്റെ പേര്. അതിൽ ധാരാളം കേസുകൾ, ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും എന്താ പറയുക? ജയിലുകളിൽ കിടക്കുന്ന കുറ്റവാളികളായ ആളുകൾ, അവർക്ക് മോചനദ്രവ്യത്തിന് അവരെ സഹായിക്കാനുള്ള ആപ്പാണ്. നമ്മളിപ്പം ഇപ്പോഴാണ് തുടങ്ങിയത്. നമ്മളൊരു ആപ്പ് ഇപ്പം ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ചെയ്തത്. ഇത് കുറേ കാലങ്ങളായിട്ട് സൗദി അറേബ്യയിലുണ്ട്. അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹായിക്കുക എന്നുള്ളത് എന്തല്ല, കുറ്റമുള്ള കാര്യമല്ല, അത് അനുവദനീയമാണ്. അത് അയാൾക്ക് തൗബ ചെയ്യാനും അയാളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും ഒക്കെ ഇടയാക്കുന്ന കാര്യമാണ്. നമ്മളെന്ത് മനസ്സിലാക്കണം? ഒന്ന്, നമ്മൾ തെറ്റുകളിലേക്ക് പോകാതിരിക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുക. നമ്മുടെ ദീനിൻ്റെ വാചകങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. നമ്മുടെ നാവ് കൊണ്ട് ഒരു വാചകം പോലും ഇസ്ലാമിനെതിരെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാചകം നമ്മൾ പറയരുത്. അതുകൊണ്ട് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? സംസാരിക്കുക. അറിയാത്ത കാര്യമാണ് മിണ്ടാതിരിക്കുക. എന്നിട്ട് അന്വേഷിക്കുക, എന്താണ് ഇതിൻ്റെ വസ്തുത എന്നെന്ത് ചെയ്യുക? അന്വേഷിക്കുക. അങ്ങനെ നമ്മൾ വിഷയങ്ങളെ പഠിക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ ഇലക്ഷൻ നടക്കുന്ന, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. വിശ്വാസികളെന്ന നിലയിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജുമുഅ നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ കുടുംബത്തിൻ്റെയും ജുമുഅ അന്നത്തെ ദിവസം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ വോട്ട് ചെയ്യുന്ന സമയം ജുമുഅയുടെ സമയത്തിൽ നിന്ന് ഒന്നുകിൽ നേരത്തെ ചെയ്യുക, പറ്റുന്ന ആളുകളൊക്കെ നേരത്തെ ചെയ്യുക, വോട്ട് ചെയ്യുക. വോട്ടവകാശമുള്ള ഒരാളും വോട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. എല്ലാവരും വോട്ട് ചെയ്യുക. അതൊരു ഒരു പൗരൻ്റെ അവകാശമാണ്. ഇനി ആ വോട്ട് എപ്പോൾ ചെയ്യണം അത് നമുക്ക് തീരുമാനിക്കാം. നേരത്തെയാകാം, അല്ലെങ്കിൽ ജുമുഅക്ക് ശേഷമാകാം. എന്തായാലും അന്നത്തെ ദിവസം ജുമുഅ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. ഫാസിസം എല്ലാവിധത്തിലും, പ്രത്യേകിച്ച് പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു വിഭാഗം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന പ്രവണത നമുക്കാർക്കുമില്ല. പ്രത്യേകിച്ച് മിമ്പറുകളിൽ നിന്ന് നിങ്ങൾ ഇന്നയാൾക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്ന രീതി സലഫി പ്രസ്ഥാനത്തിനില്ല. ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ മതി. അത് നമുക്ക് അവകാശമുണ്ട്. വോട്ടവകാശം നമ്മുടേതാണ്. പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത എന്താ അറിയോ? നമ്മുടെ നാട് ഇത് മതേതരത്വം നിലനിൽക്കുന്നൊരു നാടാണ്. അവിടെ ഇസ്ലാമിക പ്രബോധനം നടന്നിട്ടുണ്ട്. ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടത്തോടു കൂടെ വന്നൊരു നാടാണിത്. മറ്റൊരു രാജ്യത്തും
ഒരുപക്ഷെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഇസ്ലാമിക പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക ദഅവത്തിന് നൽകാത്ത സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അതെന്താ നൽകിയത്? നമ്മുടെ ഭരണഘടനയാണ്. അതുകൊണ്ട് ഈ ഭരണഘടന തിരുത്താൻ പാടില്ല. ഈ ഭരണഘടന നിലനിൽക്കണം. ഈ മതേതരത്വം, നമ്മൾ ഈ രാജ്യത്തുള്ള വിവിധ മതക്കാരായ ആളുകൾ, വിവിധ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യർ, അവർ അവരുടെ വിശ്വാസങ്ങളിലും ദർശനങ്ങളിലും നിലനിന്നുകൊണ്ട് തന്നെ എന്തു വേണം? ഈ രാജ്യത്തെ പൗരനായി ജീവിക്കാൻ പറ്റണം. അതിനു വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ല? അതിനുവേണ്ടി നമ്മൾ അതാരാണ് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ളത് ചർച്ചാ വിഷയമേ അല്ല. നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാസിസത്തിന് ഇതുവരെ നമ്മുടെ രാജ്യത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ അവസരം കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ശ്രദ്ധ നമുക്കുണ്ടാകണം. ഒരിക്കലും അത്തരത്തിലുള്ള ആളുകൾ അധികാരത്തിൽ വരാതിരിക്കാനുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അത് നമ്മുടെ കടമയാണ്. അത് പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫാസിസ്റ്റുകൾ രാജ്യം ഭരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ തേടുക എന്നത് നമ്മുടെ കടമയാണ്. കാരണം എന്താ? ഇവിടെ എല്ലാവരും ഒരുമിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ വരുന്ന വെള്ളിയാഴ്ച ദിവസം ജുമാ നഷ്ടപ്പെടരുത്. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? വോട്ടും നഷ്ടപ്പെടുത്താൻ പാടില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ജുമാക്ക് നമ്മൾ കുറച്ച് നേരത്തെ വരാൻ വേണ്ടി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, വിമർശിക്കുന്നതുമല്ല. ജുമാ നമ്മുടെ 12:45 നമ്മുടെ പള്ളിയിൽ, ഈ പള്ളിയിൽ ജുമാ നടക്കുന്നത്. ജുമാക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പള്ളിയിൽ ഉണ്ടാകണം. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വൈകുന്ന ആൾക്കാർക്ക് പ്രശ്നമല്ല. പക്ഷെ സാധിക്കുന്ന ആളുകളൊക്കെ ജുമാ തുടങ്ങുമ്പോൾ തന്നെ എന്ത് വേണം? പള്ളിയിൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മലക്കുകൾ പള്ളിയുടെ കവാടത്തിൽ ഉണ്ടാകുന്നതാണ്. അവരിങ്ങനെ രേഖപ്പെടുത്തും പള്ളിയിലേക്ക് വരുന്ന ആളുകളെ. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ ഇമാമ് ഖതീബ് മിമ്പറിൽ കയറി സലാം പറഞ്ഞാൽ അവരവരുടെ പുസ്തകങ്ങളൊക്കെ മടക്കി വെക്കും. എന്നിട്ട് അവർ ഖുതുബ കേൾക്കാൻ വേണ്ടി എവിടെ വരും? പള്ളിയിലേക്ക് വന്നിരിക്കും. പിന്നെ വരുന്ന ആളുകൾക്ക് വേണ്ടി അവർ നന്മ രേഖപ്പെടുത്താൻ അവിടെ ഉണ്ടാവില്ല. അവർക്ക് വന്നതിൻ്റെ നന്മ കിട്ടുമില്ല എന്നല്ല. അതുകൊണ്ട് തന്നെ മലക്കുകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? നമ്മൾ നേരത്തെ പള്ളിയിൽ വരാം. ഞാൻ പറഞ്ഞാൽ ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്തൽ, ഓർമ്മപ്പെടുത്തലാണ്, തെതുക്കീറാണ്. നമ്മൾ പരസ്പരം ഓർമ്മപ്പെടുത്തുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നേരത്തെ തന്നെ പള്ളിയിൽ വരാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹുവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ അല്ലാഹുവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിൽ നിരപരാധികളായി കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.